നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട പുതിയ കണക്കിൽ അമ്പരന്നിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. ഇതുപ്രകാരം ഫെബ്രുവരിയിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ ആകെ നിർമ്മാണ ചെലവ് 75 കോടിയിലധികമാണ്. തിരിച്ചു കിട്ടിയത് 23,55,00,000 മാത്രമാണെന്നും കണക്ക് പറയുന്നു. ഓരോ സിനിമയുടെയും ബജറ്റും കളക്ഷൻ തുകയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുപ്രകാരം ഒരു സിനിമയ്ക്കും ചെലവഴിച്ച തുക തിയേറ്ററിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ല. 16 സിനിമകളുടെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 1,60,00,000 രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ലവ് ഡെയിൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപ മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് അമ്പരക്കേണ്ടത്. മുടക്ക് മുതൽ തൊട്ടടുത്തേക്ക് എത്താനായത് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് മാത്രമാണ്. മലയാള സിനിമ നിലയില്ലാ കയത്തിലേക്ക് നീങ്ങുകയാണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ കാണാനില്ലേ? വയലൻസും അശ്ലീലവും കുടുംബ പ്രേക്ഷകരെ അകറ്റിയോ? എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. മലയാള സിനിമയെ ഉണർത്താൻ എമ്പുരാന് സാധിക്കുമോ? തിയേറ്ററുകൾ വീണ്ടും പൂരപ്പറമ്പാകുമോ? പ്രത്യേക ചർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ സോണി തോമസ്, ഫിയോക്കിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ജോബി ജോർജ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. ശ്രീ വിനു കിരിയത്ത്, തിരക്കഥാകൃത്ത്. സജി നന്ദിയാട്ടുമുണ്ട്, ഫിലിം ചേംബറിൻ്റെ പ്രതിനിധിയായി. ശ്രീ സജി നന്ദിയാട്ട്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 50 കോടി രൂപയുടെ നഷ്ടം എന്നാണ് ഫെബ്രുവരിയിലെ ഒരു കണക്ക്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അവിടെയും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ ഇങ്ങനെ വന്നിട്ടും സിനിമ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും നിർമ്മാതാക്കളെ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ കോടികൾ മുടക്കാൻ ആർക്കും മടിയില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും സജി. അതായത് ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡേറ്റാസ്, അക്കൗണ്ട്സ് വെളിയിൽ വിടുന്നത്. അതായത് നമുക്കറിയാം, സിനിമയിലേക്ക് പണം മുടക്കാൻ വരുന്നവർ നല്ലൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിനിമ നിർമ്മിക്കാൻ എത്തുന്നത്. പക്ഷേ ഈ അടുത്ത ഇടയിലായി സിനിമകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അതിന് കാരണം സീസണൽ പ്രൊഡ്യൂസേഴ്സാണ്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അവർ സിനിമ പിടിക്കണമെന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അഭിലാഷമായി കരുതിക്കൊണ്ട് സിനിമ പിടിക്കാൻ ഇറങ്ങും. അപ്പോൾ അവർക്ക് മാർക്കറ്റ് അറിയത്തില്ല. ബിസിനസ്സായി സിനിമ പിടിച്ചുകൊണ്ടിരുന്ന നിർമ്മാതാക്കളെല്ലാം പുറകോട്ട് മാറി. കാരണം കാശിൻ്റെ കുത്തൊഴുക്കായിരുന്നു. ഒരു പടം 2 പടം, അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാറില്ല. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. കാരണം നമ്മുടെ സാമ്പത്തിക അവസ്ഥ, മലയാളികൾ ഭൂരിപക്ഷം ഇപ്പോൾ വിദേശത്താണ്. വിദേശത്ത് വലിയ വലിയ ബിസിനസ്സൊക്കെ നടത്തി, അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വലിയ വലിയ ബിസിനസ്സുകൾ നടത്തി, എന്നാൽ പിന്നെ ഒരു സിനിമ പിടിച്ചു കളയാം എന്ന് ഓർത്ത് വന്ന് അവരുടെ ജീവിത അഭിലാഷം സാക്ഷാത്കരിക്കാൻ വരുമ്പോൾ 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ലക്ഷത്തിനും കോടിക്കൊക്കെ വാങ്ങി ഈ സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയും. അപ്പോൾ എന്തായി? ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതായി. ഇതൊരു പാഷന്റെ പേരിൽ കോടാനുകോടി രൂപ മലയാള സിനിമയിൽ ഇറങ്ങി നല്ല സിനിമകൾ വരാതെയായി, ക്വാളിറ്റിയുള്ള സിനിമകൾ വരാതെയായി. ഒരു മാസം 20 സിനിമ ശരാശരി വരുന്ന ഒരു അവസ്ഥയിൽ അതിനുള്ള പ്രേക്ഷകർ ഇവിടെ ഇല്ല. അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇൻഡസ്ട്രി ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ 21 ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ 3 ഏരിയയാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ സിനിമ കാണുന്നവരുടെ പേഴ്സൻറ്റേജ് ഞാൻ ഉദാഹരണം കമ്പയർ ചെയ്യുകയാണ്, വളരെ കൂടുതലാണ്. എന്നാൽ മലയാള സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് 7% ആണ്. അതായത് ഈ മലയാളം തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു തമിഴ് സിനിമ എടുക്കാനുള്ള കോസ്റ്റിനടുത്തൊക്കെയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ വന്ന അബദ്ധത്തിൽ ചാടുന്നവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ളൊരു കടമ കൂടി ഈ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ. പ്രൊഡ്യൂസേഴ്സിനും ഈ പറഞ്ഞ പോലെ ചേംബറിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാമല്ലോ. അല്ല, എല്ലാ മാസവും പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ മിനിഞ്ഞാന്നും പങ്ക് വഹിച്ചായിരുന്നു. 15 പേര് വന്നു. അവരോട് അതിൽ ഒരു സിനിമ മാത്രം കൊള്ളാം ഞങ്ങൾ കണ്ടപ്പോൾ. അതൊരു ചിദംബരം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന വലിയൊരു മൂവിയാണ്. ആ മൂവി കൊള്ളാം. ബാക്കിയെല്ലാം ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ധരിക്കുന്നത് നമുക്കെന്തോ അവരോടൊന്ന് കുശുമ്പുണ്ട്. ഇവർ പണം ഉണ്ടാക്കാൻ വന്നവരെ നമ്മൾ പിന്നോട്ട് മാറ്റുന്നു, നിങ്ങൾക്ക് മാത്രം സിനിമ ചെയ്താൽ മതിയോ, അങ്ങനെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അവസാനം അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ചാടിയിട്ടാണ് വരുന്നത്. കാരണം അവിടെ പ്രോജക്റ്റുമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇതിനകത്ത് പോയി കുഴി ചാടിയിട്ടാണ് വരുന്നത്. കാരണം അഡ്വാൻസ് എല്ലാം കൊടുക്കും, വാരിക്കൊരു അഡ്വാൻസും കൊടുത്ത് ഇല്ലാത്ത തുകയെല്ലാം കൊടുത്ത് പ്രൊഡക്ഷൻ കൺട്രോളും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് അവസാന സ്റ്റേജിൽ. അപ്പോൾ അവരോട് നമ്മൾ പറയാണ്, പടം പിടിക്കണമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചിലപ്പോൾ വെച്ചേക്കത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ മുമ്പത്തെ മാസം ഒരു ലേഡിയോട് സംസാരിച്ചപ്പോൾ അവർ വളരെ
എന്താ പറയാ, വളരെ ആക്രോശത്തോടെ എന്നോട് സംസാരിച്ചു. ഞങ്ങൾ ഈ പുതിയ പ്രൊഡ്യൂസർമാരെ പരിചയപ്പെടുന്ന ഒരു പരിപാടിയുണ്ട്. ജോബിക്കനെ സോണിക്കൊക്കെ അറിയാം. അപ്പോ സോണിയുണ്ട്, കമ്പനി സോണിയുള്ള ആളാണ്, സോണിക്ക് അറിയാൻ കാര്യങ്ങൾ. അപ്പം ഞങ്ങളിത് പറയുമ്പോൾ അവർക്ക് നമ്മളോട് എന്തോ ഒരു ദേഷ്യം പോലെ, നമ്മളെന്തോ ഇവർ പണം ഉണ്ടാക്കാൻ വന്നവരെ പിന്തിരിപ്പിച്ച് പോകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് മടുത്തതാണ് ഞങ്ങൾ. അപ്പോൾ ഈ സിനിമ ഇപ്പൊ കഴിഞ്ഞ ഞാൻ ഈ ഒരു 3 മാസം കൊണ്ട് 4 പേരെ തിരിച്ചു വിട്ടു. 4 പേര് ഒരു പ്രായമുള്ള ഒരു അമ്മയും മകനോട് വന്നു. വീടൊക്കെ വിറ്റ് 6 കോടി രൂപയ്ക്ക് പണം എടുക്കാൻ വന്നു. അപ്പോൾ മകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, മകൻ അഭിനയിക്കുന്നു. അപ്പോൾ ഒരു ബാലേന്ദ്രനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ മകൻ ഇന്ന് വരെ സിനിമയെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമല്ലോ. അവർ വിഷസ് ആർ അൺലിമിറ്റഡ് ബട്ട് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ ആഗ്രഹത്തിന് പറഞ്ഞ് സിനിമ എടുക്കാൻ പറ്റില്ല. അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ മേഖലയെ നശിപ്പിച്ചു. ഇപ്പൊ സംഭവം എന്താ, സിനിമ 90 വരെ സിനിമയ്ക്ക് നല്ല കാലം ഉണ്ടായിരുന്നു. ഞാൻ സിനിമയെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നു, സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമ ഒരു കൊച്ചു സിനിമയാണ്, ഒരു പ്രാദേശിക സിനിമയാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷയിൽ എടുക്കുന്ന സിനിമയുടെ എണ്ണം കൊണ്ട് മലയാള സിനിമ വലുതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മലയാളികളൊക്കെ പല ഭാഗത്ത് ദുബായിലും വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മലയാള സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു ഫേസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പൊ നിങ്ങൾ എമ്പുരാനെ കുറിച്ച് പറഞ്ഞു. എമ്പുരാന് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയ്ക്ക് എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പ് എന്നൊരു തരത്തിലൊരു എറ, നമ്മൾ സാധാരണ നമ്മൾ ഹിസ്റ്ററി പറയാറുണ്ട്, കാലഘട്ടം ഒരു കാലഘട്ടമായി മാറും. കാരണം മലയാള സിനിമ മറ്റ് ഭാഷകളിലേക്ക് വഴിവെട്ടി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ വിളക്കായിട്ട് എമ്പുരാൻ മാറും എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള ഒരു ഷോട്ട് എടുത്തതും ഓരോ ഷോട്ട് എടുത്തതും വളരെ എന്താ പറയുക, എത്ര മാസത്തെ കഷ്ടപ്പാടുകളാണ്, എന്തൊക്കെ സംവിധാനമാണ്. ഇത്രയും കോടി രൂപ മുടക്കി ഒരു മലയാള സിനിമ ഇന്ന് വരെ മലയാളത്തിൽ വന്നിട്ടില്ല. ഈ പറഞ്ഞ 150 കോടി രൂപ മുടക്കിയ ഒരു സിനിമയാണ്. ഇപ്പോൾ പുതിയ കണക്കുകളൊക്കെ വെച്ച് നമുക്ക് അനൗദ്യോഗികമാണ്, അറിയില്ല, 200-ന് മുകളിൽ പോയെന്ന് പറയുന്നു. ഇതൊക്കെ ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വൈഡ് റിലീസൊക്കെയാണ്, ആഗോള റിലീസാണെങ്കിൽ പോലും തിരിച്ചു പിടിക്കാനൊക്കെ സാധിക്കുമോ സജി, താങ്കളുടെ കണക്കിൽ? അല്ല, അത് തിരിച്ചു പിടിക്കാൻ ഞാൻ പറഞ്ഞു, അവരെ കേരളത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഓൾ ഇന്ത്യ, ഞാൻ പറയുന്നത് ഇതൊരു പാൻ ഇന്ത്യൻ മൂവി മാത്രമല്ലല്ലോ. ഇത് നമ്മളൊരു എന്താ പറയുക, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു രീതിയിലേക്ക് ആ സിനിമ വരികയാണ്. മാത്രമല്ല ഇപ്പം ബോംബെയിൽ ഇന്ന് അതിന്റെ ഒരു ട്രീസർ ലോഞ്ചിങ് ഒക്കെ കണ്ടില്ലേ. അപ്പം ഹിന്ദിക്കാരായ ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാ ഭാഷയിലും നല്ല ആർട്ടിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് അപ്പുറം ഒരു എന്താ പറയുക പാൻ വേൾഡ് സിനിമയായിട്ട് മാറും. കാരണം എല്ലാ ഭാഷകളിലെ ആൾക്കാർ അഭിനയിക്കുന്ന വഴി വളരെ ബുദ്ധിപൂർവ്വമാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. വളരെ കഴിവുള്ള എന്താ പറയുക ഒരു സിനിമയെ പഠിക്കുന്ന, ഇത്ര അക്കാഡമിക്കായിട്ട് മലയാള സിനിമയെ പഠിച്ച മറ്റൊരു സിനിമ ഇന്ന് മലയാളത്തിലില്ല. അദ്ദേഹം അതിനുവേണ്ടി വർഷങ്ങൾ കാത്തിരുന്നു, വർഷങ്ങളെ കഷ്ടപ്പാടാണ്. ഉറപ്പായി അതിന് ഫലം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മലയാള സിനിമയെ ലോകോത്തര സിനിമയ്ക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എമ്പുരാനായിരിക്കും. കാരണം ആവേശവും നമ്മുടെ ജോബി ചെയ്ത രോമാഞ്ചവും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ മലയാളത്തിന് മുന്നേ വഴിവെട്ടി പോയെങ്കിലും ഇതൊരു വലിയ തിരമാല പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ എമ്പുരാൻ വന്ന് ഇന്ത്യൻ സിനിമയിൽ വലിയൊരു സൈൻ ഇടും, ഒരു സിഗ്നേച്ചർ ഇടും, ഒരു നാഴികക്കല്ലാവും, ഒരു ലാൻഡ്മാർക്ക് ആവും. അതിന്റെ പുറയിൽ കുറെ മലയാള സിനിമകളോട് ഇന്ത്യൻ മറ്റു ഭാഷകളിലെ ആൾക്കാർക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കാൻ എമ്പുരാൻ ഒരു വലിയ നാന്ദി സൂചകമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ വിനുഗിരത്ത്, അത്തരത്തിൽ ശ്രീ സജയന്തിയാട്ടിന്റെ ആത്മവിശ്വാസം അതാണ്. കാരണം മലയാള സിനിമ എമ്പുരാന് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്താൻ പോകുന്നു. അത് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ കാര്യമാണ്. കാരണം തിയേറ്ററുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, കുടുംബ പ്രേക്ഷകർ വരുന്നില്ല. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും പ്രീ ബുക്കിംഗ് അടക്കം ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ എന്നാണ് എന്നറിയില്ല. ഈ എമ്പുരാൻ ഒരു ഉണർവുണ്ടാക്കും. പക്ഷേ ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കി കണ്ണീരും കയ്യുമായി നിൽക്കുന്ന പ്രൊഡ്യൂസർമാർ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ 2 മാസത്തെ കണക്കനുസരിച്ച് അവർക്ക് ഒരു പാഠമാകണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വീണ്ടും ഈ തിയേറ്ററുകളിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഒരുപാട് പേരെ ബാധിക്കുന്ന ബിസിനസ്സാണ്. അതിനൊക്കെ ഒരു പരിഹാരവും ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു മലയാള സിനിമയിലേക്കാണ് എമ്പുരാൻ കടന്നു വരുന്നത് എന്നുള്ളതാണ്. നോക്കൂ, എമ്പുരാൻ തീർച്ചയായിട്ടും അത് വിജയിക്കേണ്ടത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം അത്രയും കോസ്റ്റ് ആയിട്ടുള്ളൊരു ചിത്രം. പക്ഷേ എല്ലാവരും നിർമ്മിക്കുന്നത് എമ്പുരാൻ എന്ന അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ഓരോ നിർമ്മാതാവും ഓരോ സംവിധായകനും. എൻ്റെ ചിത്രം മോശമാവട്ടെ എന്ന് വെച്ചാൽ ആരും സിനിമ എടുത്തിട്ടില്ല ചരിത്രത്തിൽ. എല്ലാവരും ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. എമ്പുരാൻ തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ തീർച്ചയായിട്ടും അതൊരു ഇൻഡസ്ട്രിക്ക് വീണ്ടും ഒരു ഉണർവ് നൽകാം. പക്ഷേ നേരത്തെ സജി പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഫിലിംസ് കൂടുകയാണ് മലയാളത്തിൽ. തമിഴിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും പടങ്ങൾ അടുപ്പിച്ച് റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എന്തോരം സിനിമകളാണ് ഇറങ്ങുന്നത്. നേരത്തെ സജി പറഞ്ഞില്ലേ, ഒരു പ്രൊഡ്യൂസർ അമ്മയും മോനും കൂടെ വന്നപ്പോൾ പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. സത്യമാണ്, നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും ദേഷ്യം വരും. നമുക്ക് അസൂയയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ 1,60,00,000 രൂപ മുടക്കിയ ഒരു പടത്തിന് 10,000 രൂപയെ കളക്ട് ചെയ്തുള്ളെങ്കിൽ ഇനി
2 കൊല്ലം കഴിഞ്ഞാലും അയാൾക്ക് ആ 10,000 എന്നുള്ളത് പലിശയും ഇതിൻ്റെ പിന്നിൽ കുറേ ഉണ്ട്. ഇനി ഇത് കളിച്ച് കൊടുത്ത ഡിസ്ട്രിബ്യൂട്ടർ, അതിൻ്റെ ഓഫീസ്, ഇതിൻ്റെ ചിലവൊക്കെ പണ്ട് വേറെ ഇനി ആ പ്രൊഡ്യൂസറുടെ പുറകെ പോകാൻ കിടക്കുന്നതേ ഉള്ളൂ കണക്കുകൾ. ഇത് പലർക്കും അറിയില്ല. ഇന്ന് എന്നെ ഒരു നിർമ്മാതാവ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പടവും ഈ പറഞ്ഞ പോലെ 50,000-ന് താഴെ, ഞാൻ പടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ വ്യക്തിയെ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ എങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഈ കണക്ക് പറഞ്ഞു, 1.5 കോടി മുടക്കിയിട്ട് എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളുടെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പയ്യനാണ്, ആ പടം ഏറ്റവും കൂടുതൽ ഓടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോലും പലപ്പോഴും ഷെയർ ചെയ്തതാണ് അയാളുടെ പടത്തിൻ്റെ പത്രപരസ്യം ഒന്നും ഇല്ലാതെ ഇറക്കിയ ആ പടം. പക്ഷേ ആ പ്രൊഡ്യൂസർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് എൻ്റെ പടം ഇപ്പോഴും ഓടുകയാണ്, എനിക്കിനി അതിൽ നിന്ന് ലാഭം കിട്ടും, അത് പുള്ളിയുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഞാനും ആ പുള്ളിയോട് പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം, നിങ്ങൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം, പക്ഷെ കിട്ടുമോ? പുള്ളി പറയുന്നത് ഈ കണക്ക് ശരിയല്ല, ഇതാരോട് ചോദിച്ചിട്ടാണ് നിർമ്മാതാക്കൾ ഈ കണക്ക് പുറത്തുവിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിർമ്മാതാക്കൾ കണക്ക് പുറത്തുവിട്ടത് അവർക്ക് ഒരുപക്ഷെ തിയേറ്ററുകാരും നിർമ്മാതാക്കളും എല്ലാം ചേർന്ന സംഘടനയാണ്. ഫിയോക്കും ഒക്കെ ഇതിനകത്തുണ്ട്, സജിക്കറിയാം, ഇവരെല്ലാം ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇത് അറിയാൻ വലിയ പ്രയാസമില്ല. താങ്കളുടെ പടം ഇപ്പോഴും ഓടുന്നെങ്കിൽ അത് വിജയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഈ ചർച്ച ചെയ്യുന്നത് ഒരു എമ്പുരാന് വേണ്ടിയിട്ടല്ല, എല്ലാ സിനിമകളും എമ്പുരാനാവട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സത്യം പറയാം, സിനിമയിലുള്ള നമ്മൾ പോലും മൂക്കത്ത് വിരൽ വെച്ചു ഈ കണക്കുകൾ പുറത്ത് വന്നപ്പോൾ. ഇല്ലെങ്കിലുള്ള കുഴപ്പം ഈ സിനിമാ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അവരെല്ലാം മറ്റ് നിർമ്മാതാക്കളോടോ പണമുള്ളവരോടോ പറയും, എനിക്ക് കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ആയിരുന്നുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ ഇതിലേക്ക് വലിച്ചിറക്കും, ദാരിദ്ര്യത്തിലേക്ക് പോകും. ഇതിനകത്ത് എപ്പോഴും നഷ്ടം നിർമ്മാതാക്കൾക്ക് മാത്രമാണ്. എന്നെ ഈ വിളിച്ച് എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തി നിർമ്മാതാവാണ്, അയാൾ എന്നിട്ട് അഭിനയിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ നഷ്ടം എന്ന് പറഞ്ഞാൽ പണം നഷ്ടപ്പെട്ടാൽ പിന്നെ ആരും കൂടെ ഉണ്ടാവില്ല. നിർമ്മാതാക്കൾ ഈ സിനിമകളുടെയൊക്കെ ലിസ്റ്റ് എടുക്കൂ നിങ്ങൾ. 8 കോടി മുടക്കി ആകെപ്പാട് കുഞ്ചാക്കോ ബോബൻ്റെ പടം, അതും ഇപ്പോഴും 2 കോടിക്ക് ബാക്കിലാണ്, അത് ഇനി ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെന്തായാലും പ്രോഫിറ്റിലേക്ക് വരാം. ബാക്കി സിനിമകളൊക്കെ 5ഉം 6ഉം കോടി നിർത്തിപ്പോയ പടങ്ങൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടം നിർമ്മാതാവിന് മാത്രമാണ്. കാരണം ഈ 6 കോടിയിൽ ഒരു ചിലപ്പോൾ ആ നടൻ 2 കോടി മേടിച്ചിരിക്കും, ബാക്കി ഓരോ താരങ്ങളും 50 ലക്ഷം. അപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ പ്രോഫിറ്റേ ഉള്ളൂ, അവർക്ക് കൈനഷ്ടമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നഷ്ടപ്പെടുന്ന നിർമ്മാതാവിനാണ് എന്നുള്ളത് കൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ, സജി നന്ദ്യാട്ട് ഉൾപ്പെടെ, രാകേഷ് ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്തപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയവർക്ക് ഇപ്പോൾ കണക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് സിനിമയിലുള്ള ഞാൻ പോലും ഞെട്ടി. തിരിച്ചു വരാം. ഇതിൽ നമുക്കറിയാം ശ്രീ ജോബി ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ പടമാണ് നാരായണിൻ്റെ 3 ആൺമക്കൾ. അതിൽ ഞാൻ ഈ കണക്കനുസരിച്ച് ശ്രീ ജോബി ജോർജ് ഈ പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 5.5 കോടി രൂപ മുതൽ മുടക്കി 33.5 ലക്ഷം മാത്രം തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. താങ്കൾ പക്ഷേ ഈ സിനിമ എന്തായാലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപക്ഷെ ലാഭമൊക്കെ ഉണ്ടായി കാണാം, എങ്കിലും തിയേറ്ററിലെ കളക്ഷൻ താങ്കളെ അമ്പരിപ്പിച്ചില്ലേ? അല്ലാതെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, നമ്മളുടെ എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നത് നാരായണിയുടെ 3 ആൺമക്കൾ ഒരു സ്ലോ പേസ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെതായ കളക്ഷനല്ലേ വരത്തുള്ളൂ. പിന്നെ അതിൻ്റെ കച്ചവടമൊക്കെ നടന്നിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ആമസോണിൽ അതുണ്ട്. പിന്നെ അതിൻ്റെ സാറ്റലൈറ്റ് ഞാൻ അമൃത ടെലിവിഷന് വിറ്റു. അപ്പോൾ പിന്നെ അതിനൊരു വേറൊരു ഡപ്പൊക്കെ കിട്ടി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മലയാള സിനിമയിലെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. കാരണം എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ പറയാനുള്ള ആർജവമോ അറിവോ ഒന്നും എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ ചില പ്രത്യേക സിനിമകൾ, പ്രത്യേക ജോണറിലുള്ള സിനിമകൾ കാണാൻ ആളുകൾ വരുന്നില്ല. അതിലുപരി ആളുകൾക്ക് ഭയങ്കര ബോധം വെച്ചിരിക്കുന്നു. അവർ സിനിമ വന്ന് അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഇപ്പൊ എൻ്റെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമ, എൻ്റെ സുഹൃത്ത് സോണി ചേട്ടൻ അപ്പുറത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് അറിയാം. അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ ആദ്യ സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ച് ആളുകളായിരുന്നു വന്നത്. എന്നാൽ അതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ 3, 4 മുതൽ ആളുകൾ കൂടാൻ തുടങ്ങി എന്ന് പറയുന്നു. അങ്ങനെ ഒരു കണക്ക് നോക്കുമ്പോൾ ആ പടത്തിന്റെ ഒരു മെറിറ്റ് കൊണ്ടിട്ടാണ് ആളുകൾ വന്നത്. അപ്പൊ നാരായണിയുടെ 3 നാരായണി മോശം പടമല്ല, നല്ല റിവ്യൂ ഉണ്ട് ഇപ്പൊ ഈ ഓൺലൈനിൽ വന്നപ്പോ. അതൊരു തമാശയിലൂടെ പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കാണാൻ കിട്ടുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം ഇടിച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ. മറ്റേത് തിയേറ്ററിൽ പോകുമ്പോൾ 150 രൂപ കൊടുക്കണം. ഇത് ആമസോണിൽ എന്തായാലും ഒരു വരിയുണ്ട്,
അതുകൊണ്ട് കാണും. അതുകൊണ്ടാണ് അത്രയും ആളുകൾ കണ്ടിരുന്നെങ്കിൽ ഈ 35 ലക്ഷമല്ല വരേണ്ടത്, അതിൽ കൂടുതൽ വരണമായിരുന്നു. പക്ഷേ അതിന്റെ കാരണം ഇതാണ്, ആളുകൾ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഇപ്പൊ തിയേറ്ററിൽ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, പേഴ്സണലി. പിന്നെ ആ പടത്തിന് ചെലവ് കൂടിയോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചെലവ് കൂടിയിട്ടുണ്ട്. അത് അത്രയും പൈസയൊന്നും മുടക്കേണ്ട, അതൊരു വേറെ ചില ഇടപാടുകൾ അതിനകത്ത് വന്നതുകൊണ്ടാണ്. അത് ഞാനായിരുന്നു അതിന്റെ തുടക്കമെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ വരില്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസം. അല്ല, ഈ വളരെ പരിണതപ്രജ്ഞനായ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പ്രൊഡ്യൂസറായ താങ്കൾക്ക് പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണോ? അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ സിനിമ ഞാനല്ല തുടങ്ങിയത്. അത് ആസാമിൽ നിന്നുള്ള ഒരു പ്രൊഡ്യൂസർ ഇവിടെ വരികയും അവർക്ക് മലയാള സിനിമയോടുള്ള ഇഷ്ടം മൂത്ത് വരികയും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും അതിന്റെ ആ പ്രൊജക്ട് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാർ അത് തുടങ്ങി വെച്ചിട്ട് അവരെ ഒരു സമയത്ത് ആ പടം നിർത്തി അവർ ആസാമിലേക്ക് തിരിച്ചു പോയപ്പോൾ, അതാണ് സജി അന്ത്യാട്ട് പറഞ്ഞ ഒരു ഉദാഹരണമാണ് നേരത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പറയാം. അതെ അതെ. അപ്പൊ അതിന്റെ ഡയറക്ടർ, ആ പ്രൊഡക്ഷൻ കൺട്രോളറും അതിന്റെ എക്സിക്യൂട്ടീവ് ചെയ്ത ആളും എന്നെ സമീപിക്കുകയും നമുക്ക് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അതിനകത്ത് വന്നു പെട്ടതാണ്. നമുക്ക് ചിലവരോട് നമുക്ക് നോ പറയാൻ പറ്റാതെ നമ്മൾ വന്നു പോയി. അല്ലാതെ ഞാൻ തുടങ്ങിയ പടമല്ലത്. ഞാനാ തുടങ്ങിയതെങ്കിൽ അത്രയും ചെലവ് വാങ്ങിയില്ല, അങ്ങനെ വരികയും ചെയ്തില്ല. രഞ്ജിത്തെ, ജോബി ഒരു ഭയങ്കര മിടുക്കനാണ്. ജോബിയുടെ ഒരു പ്രശ്നം, ജോബി ഹിറ്റാക്കിയ പടങ്ങളെല്ലാം ജോബി തുടങ്ങിയതല്ല, അതറിയോ? ജോബി എപ്പോഴും ഇടിച്ച വണ്ടി എടുത്ത് പുത്തനാക്കുന്നയാളാ. ഏത് ഇടിച്ച വണ്ടി ജോബി എടുക്കും. ജോബിയുടെ കിഷ്കിന്താന്തമായാലും ആവേശമാണെല്ലാം ജോബിയുടെ കയ്യിലേക്ക് ഇങ്ങ് വരും. ജോബി ഒരു ലക്കി പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് ജോബി ചിലപ്പോ ഒരബദ്ധം പറ്റും. നാരായണയുടെ മക്കൾ, 3 ആൺമക്കളുണ്ടല്ലോ, ജോബി ചെയ്ത പോലെ ഒറ്റയ്ക്കിരുന്നാ ചെയ്തത്. അതായത് മലയാളത്തിൽ ആദ്യമാണ് ഒരു പ്രൊഡ്യൂസർ ഒറ്റയ്ക്കിരുന്ന് കംപ്ലീറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അതിന് ഭയങ്കരമായി മാർക്കറ്റ് ചെയ്തു. ജോബിയുടെ ഭയങ്കര രസമാണ് സംസാരം കേൾക്കാനും. ഭയങ്കര റിവ്യൂ ഒക്കെ ഉണ്ട്, ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നാരായണ മക്കൾ നല്ല പടമാണെങ്കിലും ചില പടങ്ങൾ ജോബി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. എന്തോ ചില പ്രേക്ഷകർക്ക് അങ്ങോട്ട് ചില പടം കാണാൻ വരികയില്ല. അത് ഈ പറഞ്ഞ ജോബി ജോർജ് ആ പടത്തിലെ ചില വിവാദമായ ചില സീനുകളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ അത്തരം സംഗതികളൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയോ? അവർ തിയേറ്ററുകളിലേക്ക് വരണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയി. നമ്മൾ സത്യത്തിന് നേരെ നിന്ന് മുഖം തിരിക്കുന്നതിനകത്ത് ചിലപ്പം അതൊരു കാരണമാകാം. അപ്പൊ ഞാനത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഞാൻ അതിനൊരു കൈ കൊടുക്കുമ്പോൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആ സംവിധായകന്റെ ഫ്യൂച്ചറാണ്. ആ സംവിധായകന് പഠിച്ച് വർഷങ്ങളോളം ഇട്ട് അദ്ദേഹത്തിന്റെ കല്യാണം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഒരു സിനിമ എടുത്ത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആ ചെറുപ്പക്കാരന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്തു. അവിടെ ഞാൻ എന്നെ ത്യജിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ ശരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ പക്ഷേ അത് ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കത് വിൽക്കാൻ പറ്റിയത്. ദൈവം അല്ലെങ്കിൽ അത് ചിലപ്പം ഇതിനപ്പുറത്തായി മാറിയേനെ. അതായത് ഈ തിയേറ്ററിലെ കളക്ഷൻ കൊണ്ട് ഒരു കാരണവശാലും താങ്കൾക്ക് മുടക്കുമുതലിന്റെ 10% പോലും ലഭിക്കാതെ മാറുന്നു എന്നുള്ളതാണ്. താങ്കൾ ബുദ്ധിപരമായി മറ്റു മേഖലകൾ തേടിയതുകൊണ്ട് മാത്രം കൈകൊള്ളാതെ പോയി. അങ്ങനെയാണ്. അങ്ങനെയല്ലല്ലോ. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ബിഫോർ റിലീസ് അത് കച്ചവടം നടത്തിയിട്ടില്ല. കിഷ്കിന്ദ കാണ്ഡം ഇറങ്ങുമ്പോഴും ഇതുപോലെ റിസ്ക് ഉണ്ട്. പക്ഷെ കിഷ്കിന്ദ കാണ്ഡം ഒരു വലിയ മനോഹരമായ രീതിയിൽ അത് വിജയിച്ചത് കൊണ്ട് അപ്പൊ നമ്മൾക്ക് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ പൈസക്ക് ആഫ്റ്റർ റിലീസ് നമ്മൾ അത് വിറ്റു. അപ്പൊ നല്ല സിനിമ ഇറക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 10-20 സിനിമ ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ല സിനിമ, കാമ്പും കഴമ്പുമുള്ള നല്ല സിനിമ മലയാളി പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഈ എമ്പുരാന്റെ നായകനും സംവിധായകനുമായിരിക്കുന്ന പൃഥ്വിരാജിനെ ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് സജി നന്ദിയാട്ട് എന്ന് പറയുന്ന എന്റെ സാറ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സ്കൂളിൽ ട്യൂഷൻ പഠിച്ചതാണ് കോട്ടയത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന്റെ സെറ്റിൽ ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതോ കലണ്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ കളിയാണ് സിനിമ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, സോണിയിലേക്ക് പൊക്കോളൂ. ഒറ്റ കാര്യം സോണിയിലേക്ക് പോകണം. സോണി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഓർക്കും പടം വളരെ മോശമായാലും OTT സാറ്റലൈറ്റും പോകുന്നു. ജോബി ജോർജിന് പോകും. കാരണം ജോബി ജോർജിനോ ലിസ്റ്റൻ സ്റ്റീഫനോ ആൻഡോ ജോസഫിനോ ഒക്കെ പടം പോകാൻ കാരണം ഇവർ ഒട്ടേറെ വലിയ വലിയ പടങ്ങൾ കൊടുത്ത് ഹിറ്റ് പടങ്ങൾ
OTT-ക്കും സാറ്റലൈറ്റും കൊടുത്ത് ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാ. അതുപോലെയല്ല പുതിയൊരു പ്രൊഡ്യൂസർ വന്ന ഒരു പടം മോശമായാൽ OTT-ൽ പോവില്ല. തിയേറ്ററിൽ ഓടാത്ത ഒരു പടവും ഹിറ്റാകാത്ത ഒരു പടം OTT എടുക്കില്ല. പക്ഷെ ജോബി ജോർജിന് എടുക്കുന്നത് എന്താണ്? ജോബി ജോർജ് അതുപോലെ ബിസിനസ് മാഗ്നറ്റ് ആണ്. ആൻഡോ ജോസഫ് ആയാലും ലെസ്റ്റിൻ സ്റ്റീഫൻ ആയാലും ആന്റണി പെരുമ്പൂർ ആയാലും അവരുടെ പടങ്ങൾ എടുക്കാൻ കാരണം അവർ ഒട്ടേറെ ഹിറ്റുകൾ ഈ OTT-ക്കും സാറ്റലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവരോട് നോ പറയാൻ പറ്റുന്നവർക്ക് പറ്റാത്തതുകൊണ്ടാണ്. അവിടെ സാധാരണക്കാരൻ എടുക്കുന്ന ആരും ഈ ചർച്ചകൾ ധരിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ്. സോണിയിലേക്ക് പൊയ്ക്കോളൂ. ശരി സോണി, ഈ താങ്കൾക്ക് ഈ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന അനുഭവം, അതായത് നേരത്തെ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ അകലുന്നു, തിയേറ്ററുകളിലേക്ക് എത്തുന്നില്ല. അൾട്ടിമേറ്റായിട്ട് ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസേഴ്സിനൊപ്പം തന്നെ അനുഭവിക്കേണ്ടി വരുന്ന വിഭാഗം കൂടിയാണല്ലോ എക്സിബിറ്റേഷൻ എന്ന് പറയുന്നത്. ആളുകൾ വന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എമ്പുരാനാണ് ഇനി ഒരു പ്രതീക്ഷ. എന്താണ് ശരിക്കും തിയേറ്ററുകളിൽ സംഭവിക്കുന്നത്? ഒരുപാട് സിനിമകൾ വന്നു പോയ ഒരു മാസം കൂടിയാണല്ലോ ഫെബ്രുവരി. ശ്രീ സോണി, ഓഡിയോ പ്രശ്നമുണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്യണം. പറഞ്ഞോളൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ശ്രീ സോണി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാമോ? ഇല്ല, അതൊന്ന് ശരിയാക്കിയിട്ട് വരാം. അത് ശരിയാക്കിയിട്ട് ശ്രീ വിനു കിരിത്ത്, ഇതാണ് അതായത് ഈ നാരായണ ആൺമക്കളുടെ കണക്ക് പറയുകയായിരുന്നു അദ്ദേഹം. അവിടെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈ ഇരുൾ എന്ന സിനിമ 25 ലക്ഷം മുടക്കി 1 ലക്ഷം കിട്ടി. 2.5 കോടി മുടക്കിയ രണ്ടാം വ്യാമത്തിന് 80,000 രൂപ കിട്ടി. അരികെ 1.5 കോടി രൂപ മുടക്കി കിട്ടിയത് 55,000 രൂപയാണ്. മറ്റൊരു സിനിമ ആത്മസഹോ 1.5 കോടി മുടക്കിയിട്ട് 30,000 രൂപ കളക്ഷൻ കിട്ടി. നാരായണൻ്റെ മൂന്നാം ആൺമക്കൾക്ക് 5.5 കോടി മുടക്കി കിട്ടിയത് 33.5 ലക്ഷം മാത്രമാണ്. ഇങ്ങനെ ഓരോ മാസവും ഉണ്ടാകുന്ന കണക്കുകളുടെ ഒരു പ്രശ്നം. സിനിമകൾ വരുന്നു പോകുന്നു എന്നല്ലാതെ ഏതൊക്കെ സിനിമകൾ എന്തൊക്കെയെന്ന് പ്രേക്ഷകർക്ക് പോലും അറിയാൻ പറ്റാത്തൊരു പശ്ചാത്തലമാണ്. ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ പേര് ഒരുപക്ഷെ പ്രേക്ഷകർ കേൾക്കുന്നത് പോലും ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് കണക്ക് പുറത്ത് വിട്ടതുകൊണ്ടായിരിക്കും. ആരും അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ പടം വന്നു പോയ കാര്യമൊന്നും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഈ തിയേറ്ററിലേക്ക് ആൾ കയറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിൽ ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞു, പക്ഷേ 100 കോടിക്ക് മേളിൽ കളക്ട് ചെയ്തു. ഈ എൻ്റെ 3 ആൺമക്കൾ, നാരായണിയുടെ 3 ആൺമക്കൾ, ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരൊറ്റ സീനാണ് ആ പടത്തെ താഴെ ഇട്ടതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഫാമിലിയിൽ ചർച്ചയായി. നമ്മുടെ സംസ്കാരം അതല്ല. അപ്പോൾ ഈ 2 വേർഷൻ ഇതിനകത്തുണ്ട്. എന്നാൽ ഇതേ ഉണ്ണി മുകുന്ദൻ്റെ തന്നെ നമുക്കറിയാം, മാളികപ്പുറം എന്ന ചിത്രം ഇതേപോലെ കളക്ട് ചെയ്തു. അതിനകത്തൊരു സന്ദേശമുണ്ട്. അപ്പോൾ ഇത് നിർമ്മാതാവിൻ്റെ സമയം തന്നെയാണ്. ഇതൊരു ഗാംബ്ലിംഗ് ബിസിനസ് തന്നെയാണ്. കാശ് മുടക്കണവൻ്റെ സമയം തന്നെയാണ്. പക്ഷേ ആ മുടക്കുന്നവൻ ഇത്തിരി കലാബോധമൊക്കെ ഉണ്ടായിരിക്കണം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ നിർമ്മാതാവ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു സിനിമ ഇറങ്ങി എല്ലാ മാസവും നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിടുമ്പോൾ പൂർണ്ണമായും ആ ചിത്രം തിയേറ്ററിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ കണക്ക് വിടാവൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചാക്കോച്ചൻ്റെ പടം 13.5 കോടി മുടക്കി 11 കോടി കിട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ അയ്യോ ചാക്കോച്ചൻ്റെ പടത്തിന് പോലും 2 കോടി നഷ്ടമോ, അത് ഈ മാസം കണക്ക് വിടണ്ട, നമുക്ക് ദൈവം സഹായിച്ച് എല്ലാ മാസവും കണക്ക് വിടാൻ ഇഷ്ടംപോലെ പടങ്ങളുണ്ടല്ലോ. അത് കണക്ക് കൂട്ടുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് തിയേറ്റർ കളക്ഷൻ മാത്രമാണല്ലേ, അല്ല അത് നേരത്തെ സജി പറഞ്ഞ പോലെ ഈ OTT ഒന്നും അങ്ങനെ നിങ്ങൾ വിചാരിക്കണം. ആ കാലമൊക്കെ കഴിഞ്ഞു. OTT അങ്ങ് ചാടിക്കേറി. പണ്ട് നമ്മൾ പറയും അവിടുന്ന് സാറ്റലൈറ്റ്, ആ കാലമൊക്കെ കഴിഞ്ഞു. പടവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പൊ ഒരു പരാതി വന്നിരിക്കുന്നത്, ചാക്കോച്ചൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുണ്ട്. കാരണം എന്താണ്, ഈ പറഞ്ഞ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിൽ 11 കോടിയെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ഫെബ്രുവരിയിലുള്ള കണക്കാണ്. മാത്രമല്ല ഇതിനകത്ത് കേരളത്തിന് വെളിയിലുള്ള റിലീസിന്റെ കണക്കുകൾ വെളിവിട്ടിട്ടില്ല. അവർക്ക് OTT പോയിട്ടുണ്ട്. സോണി അവർ OTT എടുത്തിട്ടുണ്ട്. OTT സോണി കമ്പനിയാണ് കേട്ടോ, നമ്മളെ സോണി ഇരിക്കുന്ന സോണി അല്ല. അപ്പൊ അവർക്ക് OTT സാറ്റലൈറ്റ് പോയിട്ടുണ്ട്. ആ പടത്തിന് പ്രൊഡ്യൂസർക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു പടമാണ് കേട്ടോ. അപ്പൊ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ടല്ലേ, ഈ കണക്കുകൾ പുറത്തുവിടുമ്പോൾ അതിനെ നമുക്ക് അങ്ങനെ ഇല്ല കണക്കിൽ വ്യത്യാസമല്ല. ഫെബ്രുവരി വരെയുള്ളതാണ് 11 കോടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും അല്ല, നമുക്ക് മനസ്സിലാക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ ഓടി അതിന്റെ റൈറ്റ്സ് എല്ലാം വിറ്റ് കഴിഞ്ഞ ഉള്ളൊരു കണക്കല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടപെട്ടത്. നമ്മുടെ സോണി ഇപ്പൊ സോണിയുടെ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സോണിക്ക് സംസാരിക്കേണ്ട ആളാണ്. ഞാൻ ആ അവസരം സോണിയിലേക്ക് വരാം. ശ്രീ വിനു കിരിത്ത് സമയം കൊടുക്കണം. സോണിക്ക് നന്നായി സംസാരിക്കാൻ. സജി, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. പൊതുവേ നമ്മുടെ അല്ല അങ്ങനല്ല, OTT എന്ന് പറയുന്നതിന്റെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന റൈറ്റിനെ കുറിച്ച് ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഓഫ് ചേംബറോ കണക്കെടുക്കില്ല. അടുത്തത്, കേരളത്തിന് വെളിയിലുള്ള റിലീസ് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനോ ഞങ്ങളുടെ കണക്കില്ല.
കേരളത്തിനകത്തെ ഫെബ്രുവരിയുള്ള കണക്ക് മാത്രമേ പറഞ്ഞത്. OTT അതിനെ എക്സീഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ആ പടം നഷ്ടമല്ല, ഒരു 10-15 കോടി രൂപ അതിന്റെ പ്രൊഡ്യൂസർക്ക് കിട്ടും കേട്ടോ. അതും ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞില്ല. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ കണക്ക് പുറത്തു വിടുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായി ആ പടം മാറിയതിന്, ഇപ്പൊ ചാക്കോച്ചന്റെ പടമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്ന പടത്തിന്റെ പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രം കണക്ക് പുറത്തു. OTT ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള പകുതി പടം പോലും OTT-യിലൊന്നും പോകുന്നു വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്കറിയാലോ OTT അത് 15 പടം OTT പോകത്തില്ല. ഇനി പോയാൽ തന്നെ റവന്യൂ ഷെയറിൽ പോകും. റവന്യൂ ഷെയറിൽ കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണക്ക് വിടുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അടുത്ത മാസവും വിടാൻ പടങ്ങളുണ്ട്. പൂർണ്ണമായി തിയേറ്ററിൽ നിന്ന് പോയതിനു ശേഷം OTT പോയെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ ഈ പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ അത് ഇൻഡസ്ട്രിയിൽ പലരും ഇപ്പൊ ഭയന്നിരിക്കുകയാണ് ഇനി സിനിമ എടുക്കണോ വേണ്ടയോ എന്ന്. പക്ഷെ എടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരല്പ കലാവാസനയൊക്കെ ഉള്ളവർ പലരുമായി ഡിസ്കസ് ചെയ്ത് നല്ല എന്താണ് ജനത്തിന് ആവശ്യം, അത്തരം സിനിമകൾ എടുക്കുക. ബാക്കി നിങ്ങളുടെ തലയിലെഴുത്താണ്, നിർമ്മാതാവിൻ്റെ തലയിലെഴുത്ത് തന്നെയാണ്. താരങ്ങൾക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനോ അവിടെ അവൻ മേടിച്ചു കഴിഞ്ഞു അവൻ്റെ പൈസ. റിലീസിന് മുമ്പേ ഡബ് ചെയ്താൽ മാത്രമേ, ഡബിങ്ങിന് മുമ്പേ പൈസ കൊടുത്താലേ താരങ്ങൾ ഡബ് ചെയ്യുള്ളൂ. അതെ, അതിന് മുമ്പേ കൊടുക്കണമെങ്കിൽ അവർ ഡബ് ചെയ്യുള്ളൂ. അപ്പോൾ അവരെല്ലാം അവിടെ സേഫാണ്. നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ ചർച്ചയും സമരവും എല്ലാവരും കൂടെ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണം, നിർമ്മാതാക്കൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുക. ഒരു താരത്തിന് നിങ്ങളൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിനക്ക് കാരവാൻ വേണോ, നീ നിന്റെ കയ്യിൽ നിന്ന് മുടക്ക്. അല്ല, ആ പ്രശ്നം ഇപ്പൊ ചർച്ചയ്ക്കില്ല. കാരണം സർക്കാരുമായി ചർച്ച ചെയ്ത് സർക്കാർ കുറച്ച് നികുതി കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരതിൽ നിന്നൊക്കെ പിന്മാറി. ഇപ്പോൾ സമരമൊക്കെ പിൻവലിക്കുന്ന അവസ്ഥയാണ്. താരങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. അതിലേക്കൊക്കെ വരാം. കാര്യം പറഞ്ഞോട്ടെ, ഒരു സിനിമയുടെ ലിസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല. KSFDC മുടക്കി 2.5 കോടിയോ 3 കോടിയോ മുടക്കിയ ഒരു പടം ആരും അറിഞ്ഞില്ല. അരികാണോ? അല്ലല്ല, പേര് ഞാനിപ്പോ എന്തോന്ന് ജലകന്യകയോ അതിന്റെ ലിസ്റ്റില്ല. അങ്ങനെ ഒരു പടം അതിന്റെ ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല. പ്രളയശേഷം ഒരു ജലകന്യക. ശരി. എത്ര കോടി രൂപ സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ പൈസ? ജനങ്ങളുടെ പൈസ. സിനിമയെ പുനരുദ്ധരിക്കാൻ സർക്കാർ മുടക്കിയ പൈസ. അതെ, അതിന്റെ കണക്ക് വന്നിട്ടില്ല. ശരി. സോണി, എന്റെ ചോദ്യം താങ്കൾ കേട്ട് കാണും, പറയാം. സോണി, തിരിച്ചു വരാം. സാങ്കേതിക പ്രശ്നമുണ്ടോ പരിഹരിച്ചിട്ട് തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് ജോബിയിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. സോണി, ഞാൻ ചോദിച്ചത് തിയേറ്ററുകൾക്ക് സംഭവിക്കുന്നത് അത് വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരാളാണ് താങ്കൾ. എമ്പുരാനിലാണ് ഒരു പ്രതീക്ഷ, അല്ലേ സോണി? എമ്പുരാനിലാണ് ഒരു പ്രതീക്ഷ. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെ കേരളത്തിലെ തിയേറ്ററുകൾ കടന്നു പോകുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് എന്റെ ഒരു സിനിമാ ജീവിതത്തിൽ ഇത്രയും നാളിനുള്ളിൽ ആദ്യമായിട്ടാണ് ഈ ഒരു 90% തിയേറ്ററുകളും കേരളത്തിൽ അടച്ചു കിടക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 760 സ്ക്രീൻ ഉണ്ടെങ്കിൽ ഏതാണ്ട് 700 സ്ക്രീനോളം നമ്മൾ ഇന്ന് തിരക്കിയപ്പോഴത്തേക്ക് ഷോ ഇല്ലാതെ അടച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ പറഞ്ഞതുപോലെ, ജോബി പറഞ്ഞതുപോലെ, തിയേറ്ററുകളിലേക്ക് ഇപ്പോൾ ആളുകൾ വരുന്നില്ല എന്നാണ്. തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ കാണാനാണ് ആളുകൾ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മരക്കാർ പോലുള്ള സിനിമകൾ ഇപ്പൊ കേരളത്തിലെ തിയേറ്ററുകൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. പക്ഷെ എത്ര മരക്കാർ പോലോ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഈ വരാൻ പോകുന്ന വലിയ പടങ്ങൾ, ഈ അടുത്ത ആഴ്ചയൊക്കെ വരാൻ പോകുന്ന എമ്പുരാൻ പോലുള്ള വലിയ പടങ്ങളെ കുറിച്ചാണ് നമുക്ക് തിയേറ്ററുകാർക്ക് ഒരു വലിയ പ്രതീക്ഷ. അപ്പൊ എമ്പുരാൻ പോലുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ എത്രമാത്രം ഇനി അങ്ങോട്ട് വരും എന്നുള്ളതാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബഡ്ജറ്റിൽ സിനിമയെടുത്ത് ലോകം മൊത്തം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലിയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാൻവാസാണ് മലയാള സിനിമ. ഇവിടെ ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് ആളുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഈ OTT-യുടെ പ്രവേശനം. OTT വരുന്ന സമയത്ത് കൃത്യമായിട്ട് കേരളത്തിലെ തിയേറ്ററുകൾ അന്ന് പറഞ്ഞിരുന്നു, ഈ സിനിമയിലേക്ക് വരുന്ന പ്രേക്ഷകരെ, തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരെ അകറ്റാൻ OTT ഒരു കാരണമാവും. ദൃശ്യം 2, മാലിക് എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഡയറക്റ്റ് OTT-യിലേക്കാണ് പോയത്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് OTT-യിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വ്യൂവേഴ്സ് കൂടി.
അവർക്ക് വ്യൂവേഴ്സ് കൂടി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ പറയും ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവര് നല്ല കണ്ടന്റ് ഉള്ള കൊള്ളാവുന്ന സിനിമാ തിയേറ്ററിൽ ഓടുന്ന പടങ്ങൾ മാത്രമേ അവർ എടുക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ OTT ഒരുപാട് സിനിമ എടുക്കുമെന്ന് കരുതി പലരും സിനിമയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ മുമ്പേ ജോബി പറഞ്ഞതുപോലെ ഒരു കണ്ടന്റ് ഒന്നും അധികം നോക്കാതെ തല്ലിക്കൂട്ടി ഒരുപാട് സിനിമകൾ വന്നു. ആ ഒരുപാട് തല്ലിക്കൂട്ടി സിനിമകൾ വന്നത് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുണ്ട്. ആ വെറുപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് അകന്നു. ഇപ്പൊ ആദ്യത്തെ ഷോ കണ്ട് കൊള്ളാം, അല്ലെ നല്ല റിവ്യൂ ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് സിനിമ തിയേറ്ററിലേക്ക് ഈ പറഞ്ഞ സിനിമകൾ, കുറെ സിനിമകളുടെ കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടല്ലോ. അതിലൊക്കെ നമ്മൾ കേട്ട പേരുകൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കേട്ടിട്ടുണ്ട്, ബ്രോമാൻസ് കേട്ടിട്ടുണ്ട്, ദ്രാവിദ് കേട്ടിട്ടുണ്ട്, ഗെറ്റ് സെറ്റ് ബേബി കേട്ടിട്ടുണ്ട്, ഈ നാരായണിന്റെ 3 ആൺമക്കൾ കേട്ടിട്ടുണ്ട്. ബാക്കി സിനിമകളൊന്നും കേട്ടുകളില്ലാത്ത പേരുകളാണ്. ഇതൊക്കെ എങ്ങനെ വരുന്നു? ഈ തിയേറ്ററിൽ കളിച്ച സിനിമകളാണോ ഇത്? അല്ല, ബാക്കിയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ കളിച്ചു പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം 10, 60, 70 അല്ലെങ്കിൽ 100 സ്ക്രീനിൽ പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഷോ പോലും ഒരു തിയേറ്ററിൽ ഓടാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഈ 10,000 രൂപ വരെ ഓൾ കേരള കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. 10,000 താഴെ വരെ കളക്ഷൻ ഉണ്ടായ പടം പോലും ഒരുപാടുണ്ട്. 223 സിനിമകൾ റിലീസ് ആയതിനകത്തിൽ 10, 15, 20 സിനിമ മാത്രമാണ് എന്തെങ്കിലും ഒരു കളക്ഷൻ വന്നത്. അത്രമാത്രം ദയനീയമായ രീതിയിലാണ് ഇത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ആയാലും ശരി, സിനിമാ തിയേറ്ററുകൾക്ക് മേളിൽ അടിച്ചേൽപ്പിക്കുന്ന ടാക്സുകൾ അത് ഒരു ഭയങ്കരമായ ടാക്സാണ്. 30% മേളിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു 2 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു തിയേറ്ററിൽ ഏതാണ്ട് 60 ലക്ഷം രൂപയോളം ടാക്സ് ഇനത്തിൽ പോവുകയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ഷെയർ കഴിഞ്ഞിട്ട് 10, 60 ലക്ഷം രൂപ താഴെയാണ്. അതിനകത്ത് ഭീമമായ കറണ്ട് ചാർജ് ആയ 10, 35 ലക്ഷം രൂപ. പിന്നെ സ്റ്റാഫിന്റെ ശമ്പളമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഴയതുപോലല്ല. 10, 20, 25 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ഒരു വർഷം തിയേറ്റർ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്കാണ് സിനിമ തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കൃത്യമായ രീതിയിൽ സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഈ മേഖലയെ നിലനിർത്താൻ വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഈ മേഖല നശിക്കത്തേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് 1990-95 കാലഘട്ടങ്ങളിൽ 1600 തിയേറ്റർ ഉള്ളത് വെറും 400 സ്ക്രീനായിട്ട് കുറഞ്ഞു. അതിനുശേഷം പിന്നീട് തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്ത് വൃത്തിയാക്കി AC ചെയ്ത് നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായി, അതിന്റെ മെയിൻ്റനൻസ് കൂടി. അപ്പൊ ഇത്രയും മെയിൻ്റനൻസ് ചാർജും കറണ്ട് ചാർജും ഒക്കെ കൊടുത്ത് ഈ സ്ഥാപനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഹിറ്റുകൾ കിട്ടിയപ്പോൾ അതിന്റെ കൂടെ കളക്ഷൻ ഡ്രോപ്പായി. അപ്പൊ അന്ന് ചാനലുകൾ ഇപ്പൊ ഏഷ്യാനെറ്റും സൂര്യയും ഒക്കെ ആയിട്ട് ചാനൽ റേറ്റും കാര്യങ്ങൾ ഒരുപാട് ചാനലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ആളുകൾ വീണ്ടും ടിവിയുടെ മുമ്പിലേക്ക് പോയത്. അതിനുശേഷം വീണ്ടും തിയേറ്ററിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് OTT പോലുള്ളത്. OTT പോലുള്ള വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഷൈൻ ടോം ചാക്കോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇന്ന് ഒരു 20, 25, 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരുടെ വിരലിന്റെ തുമ്പിൽ ഇന്ന് സിനിമ കാണാൻ കഴിയും. പിന്നെ എന്തിനാ ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. അപ്പൊ ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം നല്ല ഫാമിലി സബ്ജക്ട് സിനിമയാണെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ മടിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിരൽത്തുമ്പിൽ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി. അപ്പൊ അവര് ചോദിച്ചു, ഒരു 50 ദിവസമോ 60 ദിവസമോ ആണോ നിങ്ങൾ OTT കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പുള്ളി പറഞ്ഞ ഒരു ഇത് കേട്ടപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കും. കാരണം ഒരു ഒരെണ്ണത്തിന് ഡിമാൻഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇത് ഒരു കാരണവശാലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്കിത് കാണണമെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയാലേ പറ്റൂ. ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കൂടി നല്ല കണ്ടന്റുമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇത് വേറെ കച്ചവടങ്ങളൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, സിനിമാ തിയേറ്ററിൽ ഒരു പടം ഹിറ്റായാൽ ഇന്ന് ഭയങ്കരമായ കളക്ഷനിലേക്ക് തന്നെ ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. കാര്യം കൃത്യമായിട്ട് പറഞ്ഞതാണ് ജോബി പറഞ്ഞത്. കിഷ്കിന്ധാണ്ഡം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ ദിവസം ഫസ്റ്റ് ഡേയിൽ എന്റെ തിയേറ്ററിൽ വെറും 7 പേരാണ്. സത്യം പറഞ്ഞാൽ ഒരു 10 പേര് 15 പേര് അല്ലാതെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ ജോബി കുറച്ചാളെ ഉള്ളൂ എന്ന് പറഞ്ഞതിന് അതിൽ നാണം കെടുത്തുണ്ടായിരുന്നു. എനിക്കത് പറയുന്നതിന് അതി ബുദ്ധിമുട്ടൊന്നുമില്ല. വെറും 7 പേരിൽ വെച്ച് തുടങ്ങി. പക്ഷെ അത് 14 പേരായി. വൈകിട്ട് ഭക്ഷണം ആയപ്പോഴത്തേക്ക് അത് 25, 30 പേരായി. പിന്നീട് സെക്കൻഡ് ഷോ ആയപ്പോഴത്തേക്ക് അത് 100 മേളിലായി. അത് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളി, ശനി, ഞായർ ആയപ്പോഴത്തേക്ക് ഉടനെ ടിക്കറ്റ് കിട്ടാത്ത പോലെ ഫുള്ളായി പോയൊരു സമയമാണ്. പക്ഷെ ആ സമയത്ത് ഓണത്തിന് 2 സിനിമകളായിരുന്നു ഉള്ളത്. ഒന്ന് ഈ ഒരു സിനിമയും അതോടൊപ്പം AR എന്ന് പറഞ്ഞൊരു പടം. അപ്പൊ ഓണ സമയത്ത് ഒരു ഫാമിലി പടം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് കാണാൻ കിഷ്കിന്ധാണ്ഡം എന്ന് പറഞ്ഞൊരു നല്ല ഒരു സബ്ജക്ട് പടം കിട്ടിയപ്പോഴും അവര് അതിനെ റോഡിലേറ്റു, അത് മുമ്പോട്ട് കൊണ്ടുപോയി. മുമ്പേ സജി അന്നേട്ട് പറഞ്ഞ പോലെ ജോബി ഒരു ലക്കി പ്രൊഡ്യൂസറാണ്.
ലക്കി പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആ പടത്തിന് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ആ പടത്തിന് കിട്ടി. ഇപ്പൊ ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ മോഹൻലാൽ സിനിമ ഈ 27-ന് റിലീസ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോബി ജോർജ്, ഈ ശ്രീ സോണി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം OTT-യുടെ പ്രശ്നം 10-30 ദിവസം കഴിഞ്ഞാൽ OTT-യിൽ വന്നാൽ പിന്നെ കാണാം എന്നും അവർ വിചാരിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ പക്ഷെ അത്ര വലിയ ഈ എമ്പുരാൻ പോലെയുള്ള എത്ര സിനിമകളെ മലയാള സിനിമയ്ക്ക് താങ്ങാൻ സാധിക്കുമെന്നുള്ളതാണല്ലോ. താങ്കൾക്കും അറിയാം എത്ര പണം മുടക്കിയാൽ തിരിച്ചു കിട്ടും മലയാളത്തിൽ എന്നുള്ളത്. അപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസിലേക്ക് തമിഴും ഹിന്ദിയും ഒക്കെ എടുക്കുന്നത് പോലെയുള്ള വലിയ പണം മുടക്കി സിനിമ എടുത്തിട്ടും കാര്യമില്ലല്ലോ ഇവിടെ. നമുക്ക് എമ്പുരാനിലേക്ക് വരാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന എമ്പുരാനിൽ താങ്കൾക്ക് ഒരു ചെറിയ പങ്കുണ്ട് അല്ലേ എന്നാണ്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീമാണ്. കാരണം ലൂസിഫറിന്റെ മ്യൂസിക് ഗുഡ്വില്ലായിരുന്നു. ലൂസിഫറിന്റെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ആ ദിവസമാണ്. ലൂസിഫറിന്റെ ട്രെയിലർ വരുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ചാനലിൽ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വ്യൂസ് വരുന്നത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ഇതാണ്. എന്ന് പറഞ്ഞതുപോലെ എമ്പുരാൻ, ഞാൻ പറയുന്നത് നമുക്ക് കുടുംബങ്ങൾക്ക് ഒന്ന് ആഘോഷിക്കാൻ, ഇപ്പോഴും മദ്യവും മയക്കുമരുന്നും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ, പണ്ടൊക്കെ എല്ലാവരും കുടുംബമായിട്ടാണ് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്. എൻ്റെ സിനിമയല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയല്ല, പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവേകാൻ വേണ്ടിയും, അതുപോലെ പൃഥ്വിരാജും ലാലേട്ടനും ഇപ്പൊ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് 2-3 കൊല്ലം മുടക്കിയതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ അവധി വെക്കേഷന് നമ്മൾ വിചാരിക്കുക ഒരു 150 രൂപ അങ്ങ് പൊക്കോട്ടെന്ന് വിചാരിച്ചാൽ ഈ സിനിമ വിജയിച്ചാൽ ഇതൊരു പ്രചോദനമാണ്. ഇത് മാത്രമല്ല, ഇതിനോട് അനുബന്ധിച്ച് ഇനി 2 വലിയ സിനിമ വരുന്നുണ്ട്. മമ്മൂക്ക മഹേഷ് നാരായണന്റെ ഒരു വലിയ ബ്രഹ്മാണ്ഡ പടം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ബസൂക്ക 10-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആ സിനിമ തിയേറ്ററിലേക്ക് ആളുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ നല്ലവരായ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു വലിയ വ്യവസായമാണ്. ഇവിടെ 10, 700, 800 തിയേറ്റർ, അവരുടെ കൂട്ടത്തിലുള്ള കുടുംബങ്ങള്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ അഭിനേതാക്കള്, അങ്ങനെ ഒത്തിരി ആളുകളുള്ള ഒരു വലിയ വ്യവസായമാണ് സിനിമാ വ്യവസായം. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ, സിനിമാ പ്രേമികളുടെ എല്ലാവരുടെയും അവകാശമായതുകൊണ്ട് എൻ്റെ ഹൃദയപൂർവമായ അപേക്ഷ, ഒരു 150 പൊക്കോട്ടെ എമ്പുരാനെന്ന് വിചാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നമുക്ക് ആ പഴയ തിയേറ്റർ അനുഭവം വീണ്ടും കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അറിവില് ആ സിനിമയ്ക്ക് ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പോയി ആ സിനിമ കാണണം. അത് നമുക്ക് വീണ്ടും ഒരു പുതിയ ചരിത്രം തിരുത്താൻ ഇടവരുത്തിയാൽ സിനിമാ വ്യവസായത്തിന് ഒരു ഊർജ്ജമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എമ്പുരാൻ മാത്രമല്ല, അതോടൊപ്പം വരുന്ന എല്ലാ സിനിമകൾക്കും നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏത് സിനിമ റിലീസ് ആയാലും ഒരു കൂട്ടം ആൾക്കാർ ആ റിലീസ് ഡേയിൽ കാണാനുണ്ടായിരുന്നു. അത് സിനിമയോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല. സിനിമയ്ക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടം പ്രേക്ഷകർ എന്ത് വന്നാലും സിനിമ കാണുമെന്നും, അതിപ്പം മാറിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം കാണുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അത് മാറി സെലക്റ്റീവായി, പ്രേക്ഷകർക്ക് കുറെ സെലക്റ്റീവായി. അതാണ് സംഭവിച്ചത്. സയ്യന്തിയായിട്ട് ഈ വൻപൻ സിനിമകളെ ഇപ്പോൾ എമ്പുരാൻ അത് വലിയൊരു എഫേർട്ട് എടുത്ത് പൂർത്തിയാക്കി. അതിന് നിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ലൈക്ക പിന്മാറുന്നു, ഗോകുലം ഗോപാലൻ വരുന്നു, അങ്ങനെ പൂർത്തിയാക്കിയ ഒരു സിനിമയാണ്. ഇന്നിപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് 200 കോടിയെ കടന്നു അതിന് നിർമ്മാണ ചിലവ് എന്നൊക്കെയാണ്. അത്തരം സിനിമകൾ എത്ര എണ്ണം സാധ്യമാകും മലയാളത്തിൽ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ കണ്ടന്റ് മികച്ച സിനിമകൾ, കിഷ്കിന്ധാകാന്ഡം പോലെ നല്ല സിനിമകൾ വരണം. അത് ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT-യുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് ആ സിനിമ എത്തിക്കുന്ന രീതി മാറണം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ തിയേറ്റർ ഉടമകൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അല്ല, തീർച്ചയായും. ഞാനിപ്പോൾ സിനിമയിലെ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. 2005 മുതൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത്. അതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്നത്തെ സിനിമയുടെ ഈ അവസ്ഥയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈഡ് റിലീസിംഗ് ആണ്. ഒന്നാമത്തെ പ്രശ്നം, തിയേറ്ററുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. രണ്ടാമത്തെ കാരണം എന്താണ്? സിനിമകളുടെ എണ്ണം കൂടി. മൂന്നാമത്തെ കാരണം എന്താണ്? OTT. എന്താണ് OTT? ഫാമിലി അതിശയിപ്പിക്കുന്ന പടമല്ലാതെ, ശ്രദ്ധിക്കണം ഈ വാചകം, അതിശയിപ്പിക്കുന്ന പടമല്ലാതെ സാധാരണ പടങ്ങൾ കാണുവാൻ ഫാമിലി വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ. പിന്നെ സിനിമാ പ്രേക്ഷകരുടെ ആരാണ് പ്രേക്ഷകർ? കേരളത്തിലെ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുടെ വ്യൂ എന്താണ്? അവർ
സിനിമയെ കാണുന്ന ലോകോത്തര സിനിമയുമായി മലയാളം എന്ന കൊച്ചു സിനിമയെ അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതിന് കാരണം എന്താണ്? അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ. ഇതിനെല്ലാം കാരണം ഈ കൊറോണയാണ്. ഈ OTT എന്ന് പറയുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം സംഭാവന ചെയ്ത് ആരാണ്? കൊറോണയാണ്. കൊറോണയുടെ ഒരു എന്താ പറയാ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന OTT എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ചിന്താഗതിയും വീക്ഷണഗതിയും ഒക്കെ മാറിയിരിക്കുകയാണ്. 3, മലയാള സിനിമയുടെ കൊച്ചു സിനിമയുടെ ഒരു പ്രശ്നം ബഡ്ജറ്റ് കൂടുന്നു. നമുക്കൊരു ധാരണയുണ്ട്, കണ്ടന്റ് നന്നായിരുന്നാൽ വളരെ മൗഢ്യമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. കണ്ടന്റ് നന്നായിരിക്കുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വ്യക്തിത്വം നമ്മൾ തീരുമാനിക്കുന്നത്. അയാളുടെ പേഴ്സണാലിറ്റി പണത്തിലാണോ? ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് സിനിമയിൽ സാധാരണ നമ്മുടെ ഡയറക്ടർമാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു സിനിമ 175 ദിവസം ഷൂട്ട് ചെയ്തില്ലെങ്കിൽ താൻ എന്തോ ഒരു ചെറിയ ഡയറക്ടറായി മാറും. ഇവിടെ 15 ദിവസത്തേക്കും 7 ദിവസത്തേക്കും ഷൂട്ട് ചെയ്ത വലിയ വലിയ ഹിറ്റ് ഉണ്ടായിട്ടില്ലേ? താഴ്വാരം BBK മാനേജറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 23 ദിവസം ഷൂട്ട് ചെയ്ത പടം താഴ്വാരം. എന്തുമല്ല ഫിലിമാണത്. തൂവാനത്തുമ്പികൾ വെറും 32 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമകളാണ്. ആകാശം 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ നല്ല സിനിമകൾക്ക് ഇത്ര ദിവസം ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തോ ഒരു ലോകത്തിലേക്ക് ഇവർ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമ്പോൾ ഒരു സിനിമയ്ക്ക് ശരാശരി എത്ര സീനുണ്ട്? 75 സീനാണ് ഒരു ശരാശരി സിനിമയുടെ സീൻ എന്ന് പറയുന്നത്, ടോട്ടൽ സീൻ. അത് ഒരു ദിവസം ഒരു സീൻ എടുത്താൽ 75 ദിവസം പോലും വേണ്ട. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ക്വാളിറ്റി കൂട്ടാനാണ് പറയുന്നത്. പക്ഷെ അതിനൊന്നും അല്ല കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ മലയാളത്തിലെ താരങ്ങൾ, മുൻനിര താരങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ്. മുട്ടയിടുന്ന കോഴി അവർ കൊല്ലരുത്, അല്ലെങ്കിൽ പൊന്മുട്ട ഇടുന്ന അറവനെ അവർ കൊല്ലാൻ പാടില്ല. ഇപ്പൊ സോണി പറഞ്ഞു തിയേറ്ററുകൾ അടഞ്ഞെടുക്കുക 90%. സർക്കാർ എവിടെ? പ്രൊഡ്യൂസർമാർ നട്ടം തിരിയാണ്. സർക്കാർ എവിടെ? ബാല മുതൽ വിഗതകുമാരൻ വരെ ഇന്നലെ ഇറങ്ങിയ സിനിമ വരെ കോടാനുകോടി രൂപ എണ്ണാൻ പോലെ അനന്തമായ സംഖ്യ ഈ സർക്കാരിന് എന്തുകൊടുത്ത നികുതി കൊടുത്ത ഒരു ഇൻഡസ്ട്രി ശ്വാസം മുട്ടുമ്പോ എവിടെയാണ് ഒരു ആശ്വാസം? കഴിഞ്ഞ ദിവസം ഞങ്ങൾ മന്ത്രിയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. 1.5 മാസത്തിനുള്ളിൽ അദ്ദേഹം സാധിച്ചത്. അദ്ദേഹത്തിലുള്ള ചർച്ച ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ ഹാപ്പി ആകുന്നപ്പോഴാണ്, ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ്. ഇവിടെ ഒരു ശ്വാസം ഇല്ല, ഓക്സിജൻ പോലും തരാതെ ശ്വാസം മുട്ടിയൊരു ഇൻഡസ്ട്രി. ഇതിനെ ഇൻഡസ്ട്രി ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇൻഡസ്ട്രി ഞങ്ങൾ പറയുന്നത് 10,000 പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് ജോബി പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളത്. ജോബി പറഞ്ഞത് എന്താണ്? ജോബി ഇപ്പൊ ഞാൻ ജോബിയുടെ അധ്യാപകനാണെന്ന് പറഞ്ഞു പബ്ലിക് കോളേജിൽ. ആ ജോബി എന്ന് പറയുന്ന എന്റെ സ്റ്റുഡന്റ് എനിക്ക് നൽകിയ മാതൃകയെ ഞാൻ പറയാൻ പോകും. എന്താ പറയുന്നത്? ഇവിടുത്തെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു വിനീതമായ അപേക്ഷ, നിങ്ങൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരണം. നമ്മുടെ ഈ സംസ്കാരത്തിന്റെയും നമ്മുടെ ഈ കലയാണ്, നമ്മുടെ മലയാളികളുടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ കുടുംബത്തിലുള്ളവർക്കും ബാധ്യതയുണ്ട്. 7% മാത്രം മലയാളി സിനിമ കാണുന്നുള്ളൂ. ബാക്കി വീട്ടിൽ നിന്നോട് 93%. ഈ വൈഡ് റിലീസിനെ കുറിച്ച് സഹിച്ചാൻ പറയുമ്പോൾ ഏതാണ്ട് 40-50 തിയേറ്ററുകൾ ഇവിടെ കൂട്ടിക്കിടക്കുന്ന രീതിയിലേക്ക്, അതായത് ജപ്തിക്ക് വേണ്ടി നോട്ടീസ് കിടക്കുന്ന സമയത്ത് ഇവിടെ 17-18 പുതിയ തിയേറ്ററുകൾ വരാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു കണക്കെന്ന് പറയുന്നത് ഈ 25 കോടി, 50 കോടി, 75 കോടി എന്നും പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത ഈ തള്ളി ഏതാണ്ട് വലിയ കളക്ഷനാണ് സിനിമാ തിയേറ്ററിൽ നിന്ന് വരുന്നതെന്ന് പറയുന്ന അനുസരിച്ച് ഇത് ഭയങ്കര ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന് കണ്ട് ആളുകൾ ഇത് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വിട്ടിട്ട് ഇത് നഷ്ടത്തിൽ പോകുന്ന ഒരു സംഭവം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആരും ഈ മേഖലയിലേക്ക് ഇറങ്ങി ചാടൂല. പക്ഷെ എന്തായാലും ആളുകൾ വേണമല്ലോ, പ്രൊഡ്യൂസേഴ്സ് വേണം, പ്രൊഡ്യൂസർമാർ വേണം, ശ്രീ വിനുഗിരിത്ത് പ്രൊഡ്യൂസർമാർ വേണം, നല്ല സിനിമകൾ ഉണ്ടാവണം, ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം. നമുക്കറിയാം ഇപ്പോൾ പഴയ കാലത്തെ പല സിനിമാ സംവിധായകരെയും നമുക്ക് മഷീട്ടാൽ കാണാത്ത അവസ്ഥയാണ്. നല്ല നല്ല എത്രയോ സിനിമകൾ നൽകിയ സംവിധായകരൊന്നും വരുന്നില്ല. കുറെ പുതുമുഖങ്ങൾ വരുന്നു, കുറെ പേർ നിലനിൽക്കുന്നു, കുറെ പേർ ഒരു സിനിമ കൊണ്ട് പണി നിർത്തി പോകുന്നു, നിർമ്മാതാക്കൾ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇവിടെ നമ്മൾ 17 പടങ്ങളുടെയാണ് ഫെബ്രുവരിയിലെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. 1-2 പടങ്ങളും കൊണ്ടുണ്ട്. പക്ഷേ ഈ 17 പടം എന്ന് പറയുമ്പോൾ 12 മാസം വരുമ്പോൾ 100 പടമായി. അത് മലയാളത്തിന്റെ. പക്ഷേ OTT 65 പടങ്ങളോളം റിലീസായി കഴിഞ്ഞു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് ഉൾപ്പെടെ OTT 65-70 പടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം റിലീസായി. തമിഴ് കാണുന്നവരുണ്ട് വീട്ടിൽ ഇരുന്ന്, തെലുങ്ക് കാണുന്നവരുണ്ട്, ഇംഗ്ലീഷ് കാണുന്നവരുണ്ട്.
നമ്മൾ ഈ മലയാളത്തിൻ്റെ കണക്ക് മാത്രമേ. അപ്പോൾ നേരത്തെ സജി പറഞ്ഞാൽ OTT ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയെ. കാരണം 5 പൈസ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വന്ന് കിടക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ മലയാള സിനിമയേക്കാൾ അവന് മൊബൈലിലെടുത്ത് വെച്ചാൽ അവന് ഹിന്ദി കാണാം, ഇംഗ്ലീഷ് കാണാം, ഏത് വേണമെങ്കിലും കാണാം. നമുക്കും അതെ. രജനീകാന്തിൻ്റെ ഒരു പടം വന്നാൽ നമ്മൾ OTT-ലിരുന്നല്ലേ കാണുള്ളൂ, അല്ല നമ്മൾ തിയേറ്ററിൽ മാറിയ പടം ഇപ്പോഴും കാണാൻ ആൾക്കാരുണ്ടെന്നേ. OTT-ൽ ഒരു പടം ഒരിക്കൽ റിലീസ് ചെയ്താൽ ലൈഫ് ലോങ് അവിടെ കിടക്കണമുണ്ട്, എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ ആൾക്കാർ മുഴുവൻ അതിരുന്ന് കാണുകയാണ്. അപ്പോൾ ഈ OTT ഒരു സൈഡിൽ ദോഷമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ഡ പടങ്ങളെല്ലാം ഓടണം, ചെറിയ പടം എല്ലാം ഓടൂല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത പടങ്ങൾ ഒരുപാടെണ്ണം ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ പടങ്ങൾ ഓടണമെങ്കിൽ ബറോസ് ഓടണ്ടേ, നല്ല കോസ്റ്റായ പടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, കണ്ടൻറ്റ് നന്നായിരിക്കണം, സിനിമ നന്നാണെങ്കിൽ മാത്രമേ. ഇത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ഇനിയത്തെ കാലത്ത് സിനിമ ഓടുകയുള്ളൂ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇനി ഫാൻസ് ആണെങ്കിൽ പോലും അവരും പുറത്ത് പറയും കൊള്ളൂലെങ്കിൽ, സിനിമ കൊള്ളാമെങ്കിൽ വിജയിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറയുന്ന നാളെ ഇറങ്ങുന്ന എമ്പുരാൻ ഒരു വൻ വിജയമാവേണ്ടത് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. പിന്നെ പൃഥ്വിരാജ് എന്ന നടനെ പോലെ തന്നെ സംവിധായകനിലും ജനങ്ങൾ ഭയങ്കര വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ പടം ഓടിയാൽ ഒരു ഉണർവ് ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ്. വീണ്ടും കാരണം ഇന്നൊരു ഫാമിലി സിനിമയ്ക്ക് പോകണമെങ്കിൽ മിനിമം 2000 രൂപ ചിലവാണ്. അപ്പോൾ അവർ സെലക്റ്റീവ് ആവും. അതുകൊണ്ട് അവരെ കുറ്റം പറ്റിക്കല്ല. മറ്റേതല്ല, ആ പടം ഒരു 40 രൂപ 150 രൂപ എന്തോന്നും മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇനി ഓരോ ചാനലിനും സെപ്പറേറ്റ് നമ്മൾ പ്ലാറ്റ്ഫോമിന് പൈസ അടച്ചാലും നമുക്ക് ഒരു 500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും കാണാവുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും സിനിമ കാണാം, മൊബൈലിലും കാണാം, വീട്ടിലും കാണാം, എങ്ങനെ ഇരുന്നും കാണാം. അതൊരു പോയിന്റ് കൂടെ പറയട്ടെ. നമ്മള് പുതിയ സിനിമ എടുക്കുമ്പോൾ ഞങ്ങളിത് ഫിലിം ചേംബർ ശ്രീ സുരേഷ് ഗോപിക്ക് സോണിക്കറിയാം, ഞങ്ങളൊരു റെപ്രസെന്റേഷൻ കൊടുത്തു. ഈ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ ഇന്ത്യയിലെ പൈറസിക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റൂ. കാരണം എന്താണ്, ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പുണ്ട്. ഞാനത് സുരേഷ് ഗോപി നേരിട്ട് ചെയിൽ വെച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിന്റെ ഫോളോ അപ്പ് നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. കാരണം അമേരിക്കയിലെ ഈ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് വലിയ ലോകം മുഴുവൻ ഒരു പൈറസി എന്ന് പറയുന്ന ആ ക്യാൻസറിനെ വ്യാപിപ്പിക്കുന്ന ആപ്പ് ആരാണ്? ടെലഗ്രാമാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല. ഞാൻ ഇതേക്കുറിച്ച് വളരെ ഒത്തിരി പേരോട് അറിവുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ചേംബർ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് സ്വീകരണം കൊടുത്തപ്പോൾ സോണിക്കറിയാം. അത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സജി ഒരു കാര്യം ചെയ്യും, ഇതിന് ബാക്കി ഫോളോ അപ്പ് നടത്താൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ്, അമേരിക്കയിൽ ഈ ആപ്പ് നിരോധിച്ചില്ല, മറിച്ച് വ്യാജമായി സിനിമകളുടെ ഹോളിവുഡിന്റെ സിനിമകൾ ഇറങ്ങുന്നതിനെ ഗവൺമെന്റ് ശക്തമായി എതിർത്തു. അതോടുകൂടി ആ ആപ്പിൽ നിന്നും സിനിമ എന്ന് പറഞ്ഞ പൈറസി അവർ ബ്ലോക്ക് ചെയ്തു. നമ്മൾ നോക്കൂ, ഇന്ത്യയിൽ പൈറസി ഈ ടെലഗ്രാം സിനിമ ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചോ, ഒരു സിനിമ ഇറങ്ങുമ്പോ ഞാൻ രഞ്ജിത്തോട് പറയാണ്, ഇതിന് ആങ്കറോട് പറയാണ്, ബഹുമാനപ്പെട്ട ആങ്കർ ഒറ്റക്കാർ ശ്രദ്ധിച്ചാൽ പ്രേക്ഷകർ കേൾക്കാൻ പറയാണ്, ഇത് പുതിയൊരു സിനിമ ഇറങ്ങുന്ന തിരുവനന്തപുരത്ത് നിന്ന് നേരെ നിങ്ങൾ കൊച്ചി വരെ ട്രെയിൻ യാത്ര ചെയ്യുക, എല്ലാവരും മൊബൈലിൽ കാണുന്ന ആ സിനിമയാണ്. എങ്ങനെ സിനിമ വന്നു? ഇപ്പോൾ എമ്പുരാൻ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1:08 ഇറങ്ങുന്ന ട്രെയിലറാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇറക്കിയെന്ന് അറിയാമോ? അതിന്റെ ബാക്കി വിവരങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോ ഈ പൈറസി എന്ന് പറയുന്ന ഈ മാരക വിഷം ജനങ്ങൾ തീരുമാനിക്കണം ഒറ്റക്കെട്ടായി. ഇത് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ തന്റെ ജീവിതം മുഴുവൻ പണം മുടക്കി, തിയേറ്ററുകാർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തീരുമാനം എടുക്കണം. പതിപ്പ് കാണില്ല എന്ന് തീരുമാനം എടുക്കണം. ശ്രീ സോണി പറയൂ. പറഞ്ഞോളൂ സോണി. അല്ല, ഈ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് 5 മില്യൺ വ്യൂവേഴ്സ് ആണ് ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പടത്തിന്റെ ട്രെയിലർ വാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തിൽ എത്ര പേര് സിനിമ തിയേറ്ററിൽ വന്ന് കാണുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയുന്നത്. ഇവിടെ പ്രേക്ഷകരുണ്ട്, പക്ഷെ സിനിമ എമ്പുരാനിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷ വെക്കാം അല്ലേ? എനിക്ക് പറയാം, ഇപ്പൊ ഏറ്റവും ഇതിനകത്ത് കോമഡി, സിനിമാ നിർമ്മാതാക്കളെക്കാൾ കൂടുതൽ കാശുണ്ടാക്കുന്നത് സിനിമ ബേസ്ഡ് പ്രോഗ്രാംസ് യൂട്യൂബിൽ ചെയ്യുന്ന സകലർക്കും കാശ. ഈ ഡിബേറ്റുകൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ്, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഓരോ ചാനലിന്റെ ഡിബേറ്റിന്. സിനിമ ബേസ്ഡ് യൂട്യൂബുകാരെല്ലാം കാശുണ്ടാക്കുന്നുണ്ട്, പാവപ്പെട്ട നിർമ്മാതാക്കൾക്കൊന്നും കിട്ടുന്നില്ല. നഷ്ട ലാഭ കണക്കുകൾ കാണിക്കുമ്പോഴും അതിടുന്നാലും അവർക്കും പൈസകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോബി ജോർജ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. എനിക്കുണ്ട്, വിനുകിരത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ജോബി ജോർജ് എമ്പുരാൻ കാണാനുള്ള വലിയ ആകാംക്ഷയിലായിരിക്കും അല്ലേ? അവസാനം 100% ആദ്യ ഷോയ്ക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി. പ്രധാനപ്പെട്ട എല്ലാ അതിഥികൾക്കും വളരെ നന്ദി. ശ്രീ സയ്യന്തിയാട്ട്, ശ്രീ വിനു കിരിയത്ത്, ശ്രീ സോണി, ശ്രീ ജോബി ജോർജ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും മലയാള സിനിമ വലിയൊരു കാത്തിരിപ്പിലാണ്. സയ്യന്തിയാട്ട് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മലയാള സിനിമ എമ്പുരാന് ശേഷവും എമ്പുരാന് മുൻപും എന്ന് അടയാളപ്പെടുത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. 27-ാം തീയതി രാവിലെ 6:30 മണിക്കാണ് ആദ്യ ഷോ. നമസ്കാരം.